എനിക്ക് നിങ്ങൾ ഉമ്മനായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയൂല കേട്ടാ. ഒന്നെങ്കിൽ നമ്മൾ വീട് മാറുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് തരിക. മോൾട്ടിയെ ഞാനല്ല എൻ്റെ ഭർത്താവ്. എന്നോടുള്ള പെരുമാറ്റങ്ങൾ നോക്കിയ പോലെ പോരാ, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ വീണ്ടും ഈ ചായ എടുത്തിട്ട് മരോളം മൂത്തക്ക് വെച്ചു. ഇതൊരു ഗംഭീര ചൂടാട്ടോ. ഇതങ്ങോട്ട് പൊള്ളിയേക്ക് മരോളം നിയന്ത്രണമായിട്ട് പോയി. മഷോൾക്ക് തൊടനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ സൈഡിൽ ഓലക്കുള്ള വീടൊന്നും ഇപ്പം ഇല്ല, മാറ്റിച്ചോളി. അതും കൊണ്ട് എടുത്തിട്ട് ഈ അമ്മായിമ്മ. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ. വിവാഹം കഴിഞ്ഞ പല സ്ത്രീകളും പരാതിപ്പെടുന്ന ഒന്നാണ് അമ്മായിമ്മനായിട്ട് അങ്ങനെ ഒരു സ്വരച്ചർച്ചയിൽ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ പിന്നോടൊടുവിൽ പ്രശ്നമായിട്ട് മാറാൻ ഭർത്താവിനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അമ്മായിമ്മയുടെ വിഷയത്തിൽ ഭർത്താവ് ഒരു സ്റ്റാൻഡ് എടുക്കില്ല. എപ്പോഴും ഭർത്താവ് ഉമ്മയുടെ കൂടെ ഒരു ഉമ്മാൻ്റെ ഒരു മോനായിട്ട് നിൽക്കും. ഭാര്യ പറഞ്ഞതിനൊന്നും ഒരു ചെവി കൊടുക്കില്ല. ഭാര്യ എന്തേലും പരാതി പറഞ്ഞാൽ തന്നെ അത് ഭാര്യനെ കുറ്റപ്പെടുത്തുന്ന സമീപനമുള്ള പല ആണുങ്ങളുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടു, റസാക്കിൻ്റെ ഒരു വീഡിയോ. ആ വീഡിയോ ഒരുപാട് നല്ല സന്ദേശങ്ങളുണ്ട്. നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് കണ്ടോക്ക്. എനിക്ക് നിങ്ങൾ ഉമ്മനായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയൂല കേട്ടാ. ഒന്നെങ്കിൽ നമ്മൾ വീട് മാറുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് തരിക. ഇതാണ് വേറൊരു വീട് വെച്ച് മാറുക വേഗം. എങ്ങനെയെങ്കിലും നമുക്കൊരു വാടക വീട്ടിൽ പോവുക, അല്ലെങ്കിൽ നമുക്ക് എവിടുന്നെങ്കിലും ഇവിടുന്ന് മാറുക. കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളോ വർഷങ്ങളോ അവനുണ്ടാവുള്ളൂ. ഈ ഒരു വർത്താനം കേൾക്കാത്ത ഒരാണുങ്ങളും ഉണ്ടാവില്ല. പെണ്ണുങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അമ്മായിമ്മനായിട്ട് പെണ്ണുങ്ങളും കൂടി ചേരാൻ വലിയൊരു പാടാണ്. ഇത്തരം സന്ദർഭങ്ങൾ ആണുങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നുകിൽ ഭാര്യനെ കുറ്റപ്പെടുത്തിയിട്ടാണെങ്കിൽ ആ ദാമ്പത്യം മുന്നോട്ട് പോകില്ല. ഉമ്മാനെ കുറ്റപ്പെടുത്തിയാൽ അതും സന്തോഷമായിട്ട് മുന്നോട്ട് പോകില്ല. ആണുങ്ങൾ ശരിക്കും ഇടപെടേണ്ട ഒരു സന്ദർഭം അതാണ്. പലപ്പോഴും ഉമ്മാനെയും കുറ്റപ്പെടുത്താൻ പറ്റാതെ ഭാര്യനെയും കുറ്റപ്പെടുത്താൻ പറ്റാതെ പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇത്തരം ഒരു അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളായിരിക്കും. ഈ വീഡിയോയുടെ ബാക്കി കൂടി ഒന്ന് കാണും. ഞാനല്ലല്ലോ ഭർത്താവ്. എന്നോടുള്ള പെരുമാറ്റങ്ങൾ നോക്കിയ പോലെ പോരാ, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടിലെ മറ്റുള്ളവരുടെ സ്വഭാവം കൂടി നോക്കണം. ഇടീ അമ്മായിമ്മ മരുവോള് പ്രശ്നം പല കുടുംബത്തിലുള്ളതാണ്. ചിലമ്മമാർക്ക് മകന്റെ നിയന്ത്രണം വിട്ടെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണത്. അതൊന്നുമല്ല, ഇത് എന്നെ പിടിക്കാനിട്ടാണ്. ആയിക്കോട്ടെ, ഉമ്മാന്റെ സ്വഭാവം അങ്ങനെ കരുതിയും താഴെ കൊടുത്താൽ മതി. എന്റെ മോൾട്ടി അമ്മക്ക് ഇത്ര പ്രായക്കായതല്ലേ, അതിനെ തിരുത്തഞ്ഞിപ്പോ നമുക്ക് പറ്റും. അണക്കൊന്നൊരു ബുദ്ധി ബോധമുള്ള പെണ്ണല്ലേ, ഈ നടങ്ങിയാൽ മതി. ഈ രണ്ട് കൈ കൊട്ടുമ്പോഴേ സൗണ്ട് ഉണ്ടാവുള്ളൂ. ഉമ്മ കൊട്ടാൻ വരെ പോയി കൈ കൊടുക്കണ്ട. അപ്പൊ ഉമ്മ പതുക്കെ കൊട്ടാണ് തീർത്ത്. ഇതിപ്പോ എന്താ, ഉമ്മ ഒന്ന് പറയും, ഈ രണ്ടെണ്ണം അങ്ങോട്ട് പറയും. പിന്നെ എങ്ങനെ പ്രശ്നം തീരെ? പിന്നെ എന്നെ പറയാനത് ഞാൻ കേട്ട് സഹിച്ചു നിൽക്കണോ? ജീവിതമാകുമ്പോ ചിലതൊക്കെ കണ്ടില്ല നോക്കണം മോൾട്ടി. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിവോഴ്സ് വേണമെന്ന് പറയാൻ ഞാനുണ്ട്. പിന്നെ ഉമ്മനെ ചില പ്രശ്നത്തിൽ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞതും ശരിയല്ല, മകനെ ഞാൻ ഉമ്മനെ വിട്ട് പോകണവും ശരിയല്ല. എന്റെ കുട്ടിയെ ഉമ്മാനെ ഇച്ചിരി കച്ചറ പോവാതെ ഇച്ചിരി അകലത്തിൽ നിന്നോ. ഉമ്മ കൊടുക്കാനുള്ള ബഹുമാനം കൊടുക്കുവാനട്ടാ. അതാണ് ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ ചെയ്യേണ്ടത്. പറഞ്ഞു മനസ്സിലായ മോൾട്ടി? നല്ല കുട്ടിയുണ്ട് കുട്ടിവാ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സാധാരണ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് പേര് പങ്കുവെക്കുന്ന ഒരു പ്രശ്നമാണ്. പലരും ഫോണിൽ വിളിച്ച് പറയുന്ന പ്രശ്നമാണ്, അമ്മായിമ്മ വളരെ റോങ് ആണ്. ആ ഒരു അമ്മായിമ്മയിലൊരു ഇഷ്യൂ ആണ് സത്യത്തിൽ ഭർത്താവുമായുള്ള പ്രശ്നം ഉണ്ടാവുക. അതായത് അമ്മായിമാരെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരും പാവങ്ങളാണ്. മരോളുടെ സ്വഭാവം എന്നുള്ളത് അമ്മായിമ്മക്കും പിടിക്കൂല. ഇങ്ങനെ മരോളുടെയും അമ്മായിമ്മയുടെയും പ്രശ്നത്തിൽ പെട്ടിട്ട് അത് പിന്നെ ഭർത്താവിനായിട്ട് പ്രശ്നമായി. പിന്നെ ഒരിക്കലും ഭർത്താവിനെ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ പറ്റാതെ അവർ തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറിയ ഒരുപാട് കേസുകളുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു ഭാര്യയും ഭർത്താവും, ഇവരാദ്യം ഭാര്യയും ഭർത്താവിൽ പ്രശ്നങ്ങൾ, രണ്ടും ഡോക്ടർമാരാട്ടോ, ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാണ്. ഈ എന്താ പറയുക, ഭാര്യയായ ഡോക്ടർ അമ്മായിമ്മനായിട്ട് പല ഇഷ്യൂസാണ്. ഈ പ്രശ്നങ്ങൾ പിന്നീട് വന്നത് ഈ ഒരു മകന് ആരുടെ സ്ഥാനത്ത് നിൽക്കണില്ല. ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേൾക്കാതെ ഭാര്യയായിട്ട് വഴക്കുണ്ടായിട്ട് ഗംഭീര വഴക്കായി. ഒടുവിൽ ഇവർ ഡിവോഴ്സിൻ്റെ വക്കിലായി. ആ ഡിവോഴ്സിൻ്റെ വക്കിലായ സമയത്താണ് ഈ എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയായ ഒരു സൂഫി സാന്നിധ്യമുള്ള എൻ്റെ ഗുരുവിനെ ഇവർ സംസാരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി. ഇപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ ഇവർ മുജാഹിദ് പ്രവർത്തകരാണ്. അങ്ങനെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോവാണ്. കൗൺസിലിങ്ങിന് കൊണ്ടുപോകുമ്പോൾ രണ്ട് കൂട്ടർ പറയണം കേൾക്കണമല്ലോ. അപ്പോൾ ആ പെണ്ണിൻ്റെ ഭാഗങ്ങൾ ആൾക്കാരൊക്കെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇത് ഇവർ പല കൗൺസിലിംഗ് ഒക്കെ നടത്തി നോക്കി. ഇനി അവിടെ തീരുമാനമാണ്, ഡിവോഴ്സ് ചെയ്യാനുള്ളൊരു തീരുമാനമാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരു അവസാനത്തെ ഒരു കച്ചത്തുരുമ്പം നിലയ്ക്ക് ആ ഭർത്താവിൻ്റെ പരിചയത്തിലുള്ള ഈ ഒരു ഗുരുനാഥനെ കൊണ്ടേക്കാണ്. ഒന്ന് സംസാരിച്ചാൽ ശരിയാവുമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ അദ്ദേഹം ഭാര്യയുടെ വിഷയങ്ങളൊക്കെ കേട്ടു. ഭർത്താവിനോട് ചോദിച്ചു, അടുത്ത എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഭർത്താവിന് ശരിക്കും ഭാര്യ അനുസരിക്കണ്ടേ? അള്ളാൻ്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? സുജൂദ് ചെയ്യാൻ ഞാൻ ഒരു മനുഷ്യനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബായ നബി പഠിപ്പിച്ചതല്ല. അപ്പോൾ അവൾ ആ റെസ്പെക്റ്റ് എനിക്ക് തരുന്നുണ്ടോ? ഒരു നിലക്കും എന്നെ ഒരു വില അവൾക്കില്ല. ഇപ്പോൾ എന്നോട് ഭയങ്കര വഴക്കാണ്, ഞാനും ഡിവോഴ്സ് തന്നെയാണ്. കാരണം അവൾക്ക് എന്നോടൊരു ബഹുമാനമില്ല എന്നുള്ളതാണ് ഈ ഭർത്താവ്. അപ്പോൾ ഈ ഒരു ഹദീസുമലാണ് സത്യത്തിൽ ഈ ഭാര്യയുടെ വീട്ടുകാരും
ആൾക്കാർ കുടുങ്ങണത്. കാരണം അങ്ങനെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എൻ്റെ മൂപ്പര് പറയാണ് എൻ്റെ സമ്മതമില്ലെങ്കിൽ ഓളമ്മ മരിച്ചാൽ പോലും ഓള് പോവാൻ പാടില്ലല്ലോ. ഓളെ വാപ്പ മരിച്ചെടുക്കുകയാണ്, ഞാൻ പോണ്ടെന്നാണ് പറഞ്ഞാൽ ഓള് പോവല് ഹറാമല്ലേ, ഇതൊക്കെ മഹാന്മാർ പഠിപ്പിക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് മൂപ്പൻ അങ്ങോട്ട് ഭയങ്കരമായത്. എൻ്റെ ഗുരുനാഥൻ അദ്ദേഹം ചെയ്തതെന്നാണ് ഇതൊക്കെ കേട്ടിട്ട് ചോദിച്ചു, ആയിക്കോട്ടെ എൻ്റെ കല്യാണ സമയം അൻകാര കൈ തന്നത് ആ പെണ്ണിൻ്റെ വാപ്പ എന്ത് പറഞ്ഞിട്ട്, എൻ്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തിരുന്നു. ആ സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നത്? അവളുടെ ബ്രദർ ഉണ്ടായിരുന്നു, അവളുടെ ബ്രദറിൻ്റെ സ്നേഹമുണ്ട്, അവളുടെ കുടുംബക്കാർക്ക് ഉമ്മാരുടെ സ്നേഹമുണ്ട്, വാപ്പ അവളുടെ കുടുംബക്കാരുടെ സ്നേഹം, അവളെ പഠിപ്പിച്ച അധ്യാപകരുടെ, ഇവരെല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് വിവാഹം ചെയ്തു തരുന്നു എന്നുള്ള കൈ തന്നത് ആരാണ്? ആ വാപ്പയാണ്. ഒന്ന് ചോദിക്കട്ടെ എൻ്റെ പൊന്നു മോനെ, നിനക്ക് ജിമാ ചെയ്യാൻ, സെക്സ് ചെയ്യാൻ ഈ പറയുന്ന ഓള ആങ്ങളക്കോ ഓള വാപ്പാക്കോ ഉമ്മാക്കോ അധ്യാപകർക്കോ അയൽവാസികൾക്കോ അമ്മായിമാർക്കോ കുഞ്ഞിമ്മമാർക്കോ ഒന്നും അനുവദനീയമല്ലാത്ത ഒരു കാര്യം അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്നത് വിവാഹത്തിലൂടെയാണ്. നീ ഒരു ഭർത്താവായത് ഈ ഒരു സ്ത്രീനെ വിവാഹം കഴിപ്പിച്ചത് കൊണ്ടല്ലേ, ആ ഒരു സ്ത്രീ നിന്നെ വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ. അതെ, അപ്പോൾ കഴിപ്പിച്ച് തരുമ്പോൾ വാപ്പ കൈ തരുമ്പോൾ വാപ്പയുടെ കൈയിൻ്റെ പിന്നിലുള്ള മറ്റു കൈകൾ ആരുടേതെന്നറിയോ? ഉമ്മാൻ്റെ കൈയുണ്ട്, ആങ്ങളാരുടെ കൈയുണ്ട്, അയൽവാസികളുടെ കൈയുണ്ട്, കുടുംബക്കാരുടെ കൈയുണ്ട്. ഇവരെല്ലാവരുടെയും പ്രിയപ്പെട്ട പെങ്ങളും പ്രിയപ്പെട്ട മോളും പ്രിയപ്പെട്ട ശിഷ്യയും പ്രിയപ്പെട്ട കൂട്ടുകാരിയും ഒക്കെയാണ് എനിക്ക് വാപ്പ കൈ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരേ സമയം നീ ആരാവണം? വാപ്പയാവണം, ഉമ്മയാവണം, സഹോദരനാവണം, എന്താ പറയുക, അമ്മായിയുടെ കുടുംബക്കാരാവണം, അധ്യാപകനാവണം, ശിക്ഷണം വേണം. ഇതെല്ലാം അടങ്ങുന്ന റോളോടൊപ്പം ഭർത്താവ് എന്ന സെക്സ് ചെയ്യാൻ കൂടി അധികാരമുള്ള റോള്, ഇതാണ് ശരിയായൊരു ഭർത്താവ്. ഈ റോളുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിനക്ക് നീതിപൂർവം ചെയ്യാനാകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണ് നിനക്ക് സുജൂദ് ചെയ്യാനുള്ള അർഹതയുണ്ട് എന്ന് ഹബീബ നബി പഠിപ്പിച്ചത്. കാരണം നീ ഒരേ സമയം ഭാര്യ കിടന്നിട്ട് എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ അവിടെ എന്താണ് നീ ഒരു സഹോദരനാവാത്തത്? ഒരു സഹോദരൻ തൻ്റെ സഹോദരിയോട്, സഹോദരി തൻ്റെ സഹോദരൻ സങ്കടം പറയുമ്പോൾ ഓൻ അവിടെ എല്ലാ കാര്യങ്ങളും കേൾക്കൂലേ? വേണ്ട, ആ ഭാര്യയുടെ ഉമ്മ എന്ത് സങ്കടം പറയുമ്പോഴും മോളെ സാരല്ലടി, അത് ശരിയാവുന്ന ഒരു ആശ്വാസവാക്ക് എന്താ? അപ്പം എൻ്റെ ഭർത്താവ് എന്നൊരു അധികാരമല്ലേ നീ കാണിക്കണത്? ഒരേ സമയം നീ വാപ്പായിട്ടുണ്ടോ? നീ ശിക്ഷണം മാത്രം കൊടുക്കുന്നുണ്ട്, വലിയ ആളായിട്ട് ഇങ്ങനെ ഒരു ഉസ്താദ് മാത്രം, ഒരു അധ്യാപകൻ മാത്രമാവാണ്. ഓളെ കൂട്ടുകാരിയെ പോലെ ഓള് പറയുന്നത് അൺകണ്ടീഷണൽ ലവോട് കൂടി നീ കേൾക്കുന്നുണ്ടോ? നോൺ ജഡ്ജ്മെൻ്റലായിട്ട് നീ കേൾക്കുന്നുണ്ടോ? ഇല്ല, വെറും ഭർത്താവായിട്ട് ഇങ്ങനെ കിടണം. അപ്പോൾ ഈ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരാൾക്ക് ലോകത്ത് ആർക്കാത് പറ്റുക? ഒരേ സമയം വാപ്പയാവാനും ഉമ്മയാവാനും കൂട്ടുകാരിയാവാനും അധ്യാപകനാവാനും സെക്സ് ചെയ്യാൻ വരെ അർഹതയുള്ള ഒരു ഭർത്താവായിട്ട് മാറുക. ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിനെ സൂചിപ്പിക്കാനാണ് ആ സുജൂദ് എന്ന് പറഞ്ഞത്. അതിനുള്ള ക്വാളിറ്റി എനിക്കുണ്ടോ മോനെ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞ് കണ്ണീരോട് കൂടി ആ ഭാര്യനെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് വിവാഹമോചനത്തിന് തയ്യാറാകുന്ന ദമ്പതികൾ അത്രയേറെ പ്രണയത്തോടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. മാഷാ അല്ലാ, നമ്മുടെയൊക്കെ കുടുംബത്തിലൊരു വിഷയം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ അതുപോലെ ഇരിക്കും. പല കുടുംബങ്ങളിലും ഇതാണ്, അമ്മായിമ്മ ഒരു പ്രശ്നമാണ് എന്ന് മകൾക്ക് തോന്നുകയാണ്, അത് ഒഴിവാക്കാൻ മരുമകൾ തയ്യാറാവണം. മരുമകളൊരു പ്രശ്നമാണ് എന്ന് അമ്മായിമ്മക്ക് തോന്നുകയാണ്. ഒരമ്മായിമ്മ മരുമകളും കൂടി ഗംഭീരാട്ടി. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഭൂലോക ദേശക്കാരിയാണ്. മോന് കെട്ടിക്കൊടുന്ന് മരോളെ കെട്ടിക്കൊടുന്നിട്ട് എന്ത് പറഞ്ഞാലും കുറ്റം. ആ പാവം മരോട് പ്രതികരിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ട് മോനോട് അവസരം പറഞ്ഞു, ഈ ഒരു മൂദേവിനെ എന്തിനാണ് നീ വെച്ചിരിക്കണത്, അതിന് തലാക്കല്ലിക്കാളെ മൊഴി ചൊല്ലിക്കാളെ എന്ന് പറഞ്ഞു. ഓരോ കുറ്റങ്ങളെയും അമ്മായിമ്മ കണ്ടെത്തും. പാവം എട്ടങ്ങാറായിട്ട് അവസാനം മൊഴി ചൊല്ലി ഓളോളം വീട്ടിലായി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ആണെങ്കിൽ പിന്നെയും പെണ്ണെട്ടാൻ പ്രയാസമില്ലല്ലോ. ഇവ വീണ്ടും ഒരു പെണ്ണെട്ടി, രണ്ടാമതൊരു പെണ്ണ്. ഉമ്മാൻ്റെ മോനാണ്, ഉമ്മ പറഞ്ഞതേ കേൾക്കുള്ളൂ, ഭാര്യയുടെ വാക്കിനൊന്നും ചെവി കൊടുക്കൂല, അങ്ങനത്തെ ഒരു സ്വഭാവം. അങ്ങനെ രണ്ടാമത് പെണ്ണിട്ടിപ്പോൾ ആ പെൺവീട്ടുകാരൊക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നു. നല്ല കുടുംബമാണ്, അങ്ങതിക്ക് ഉഷാർ തന്നെയാണ്. പക്ഷേ അമ്മായിമ്മയുടെ ഒരു സ്വഭാവമുണ്ട്, ഒരു വാശി, ഒരു ഭദ്രകാളി കയറല്, അതിനൊത്തൊരു ചെങ്ങായും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞാലെങ്കിലും അത്യാവശ്യം കായുള്ള വീടല്ലെന്ന് അവർ സമ്മതിച്ച് കല്യാണമൊക്കെ കഴിച്ചു വന്നു. കൂടുതൽ ഏകദേശം ഒരു സ്മാർട്ടായിട്ട് അളവോടൊരു ആളൊരു മിടിക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് അമ്മായിമ്മ പറഞ്ഞു, മോരോടെ ഒരു ചായ ഉണ്ടാടി മോളെ, എത്ര നേരമായി ഞാൻ ചായക്കിരിക്കണമെന്ന് അറിയാം. അമ്മായിമ്മക്കൊരു ചായ കൊണ്ടു കൊടുക്കണ്ടേ? മരോളൊരു ചായ ഉണ്ടാക്കി കൊടുത്തേക്ക്. ആ ചായ എടുത്തിട്ട് അമ്മായിമ്മക്കൊണ്ട് ഇത് അവിടെ ചൂട് എന്ന് പറഞ്ഞിട്ട്, ആ ചൂടുള്ള ചായയാണ് അത് മരോളെ മുഖത്തേക്ക് പോയിട്ട് ഒരൊറ്റ ഒഴിക്കലാണ് വെച്ചു. മരോൾ പെട്ടെന്ന് ചൂടുള്ള ചായ കൊണ്ട് മുഖത്തേക്ക് വീണൊക്കെ മരോളൊന്ന് പേടിച്ച്. ഭർത്താവാണെങ്കിൽ ഒരു കടയിൽ, മൂപ്പർക്ക് ഒരു കട ഉണ്ട് അങ്ങാടിയിൽ, അവിടേക്ക് പോയിക്കാണ്. എന്തുണ്ടെങ്കിൽ ഈ അമ്മായിമ്മ ചീത്തറണമെന്നൊക്കെ മരോൾക്ക് മനസ്സിലായി ഏകദേശം. ഇവള് നല്ല കൊണ്ട് ചൂടാക്കിയിട്ട് ആ മറ്റേ ക്ലിപ്പൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുകൊടുത്ത് ചായ.
അമ്മായിമ്മ കരുതി ക്ലിപ്പിട്ട് കൊണ്ടിട്ട് അമ്മായിമ്മ കണ്ട് ചായ വായൊക്കെ വെച്ചിട്ട് ഗംഭീര പൊള്ളൽ. അപ്പോൾ ഒരു ചൂട് കൂടിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ചായ എടുത്തിട്ട് മരോളം മുഖത്തൊക്കെ വെച്ച് ഇതൊരു ഗംഭീര ചൂടാട്ടോ. ഇതങ്ങോട്ട് പൊള്ളിയേക്ക് മരോളം നിയന്ത്രണമായിട്ട് പോയി. മരോൾക്ക് തൊള്ളനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ആ സൈഡിൽ ഓലക്കുള്ള വീടൊന്നും ഇപ്പം ഇല്ല, മാറ്റിച്ചോളി. അതും കൊണ്ട് എടുത്തിട്ട് ഈ അമ്മായിമ്മടെ ഒട്ടാന്ന് പറഞ്ഞ ഒറ്റ ഒന്നാണ്ട് പൊട്ടിച്ച് ഈ രണ്ട് സൈഡിലേക്കും ദേഷ്യം കൊണ്ട് പിടിച്ച് മരോളം ഒന്നങ്ങോട്ട് പിടിച്ചേക്ക് അമ്മായിമ്മ അടുക്കണം. ആ ദേഷ്യത്തിൽ അടിച്ചതാണെങ്കിലും മരോൾക്ക് പേടിയായി. പടച്ചോനെ ചങ്ങായി വന്നപ്പോൾ ഞാൻ എന്താ പറയുന്നത്, കാറ്റ് പോയാൽ വേഗം പെട്ടി കൊണ്ടേ കിടത്തിട്ട് ശ്വാസമുണ്ട്, മരിച്ചിട്ടില്ല. ഇവർ വേഗം എന്ത് ചെയ്ത് നാത്തൂർക്ക് വിളിച്ച് ഉമ്മ ബാത്റൂമിൽ വീണിട്ട് ബോധം പോയി, ഒന്ന് വേണ്ടി വായോ എന്ന് പറഞ്ഞു. അവർ വേഗം കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, കാരണം താഗ് പേടിയാ പോകുന്ന കരുതി. അങ്ങനെ പെങ്ങൾ വന്ന് നോക്കുമ്പോൾ ബോധമൊക്കെ വന്ന് നിൽക്കണം, മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് സംസാരിക്കാൻ പറ്റണില്ല. ഇതിൻ്റെ സംസാരശേഷി പോയി. ഇതിങ്ങനെ കിടക്കുകയാണ് എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. മോളോടൊന്നും പറയണില്ല. ഭർത്താവ് ഇങ്ങോട്ട് വരട്ടെ, എൻ്റെ മോനും ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാമെന്നുള്ള മനസ്സിലുള്ളത്. അങ്ങനെ ഭർത്താവിനെ വിളിച്ചു. അവർ വേഗം കടലിൽ നിന്ന് ഓടി വന്നു. എൻ്റെ അമ്മക്ക് എന്താ പറ്റി ബാത്റൂമിൽ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ടൈൽസൊക്കെ ഭയങ്കര വഴുക്കലാണ്. എവിടെ ഈ മരോളിട്ട് പടച്ചിക്കാണ്. അങ്ങനെ മകണ്ട് വന്നേക്കും മനഭാവൻ മാറി. മരോളം മൊത്തക്ക് എനിക്ക് ഞാൻ കാണിച്ച് പറയാം, അതിന് സംസാരിക്കാൻ വയ്യട്ടാ, കാണിച്ചു തരാം. അടിയെന്ന് പറഞ്ഞിട്ട് ഈ തള്ളക്കരഞ്ഞിട്ട് ഇങ്ങനെ, അതായത് രണ്ട് ചെന്നിക്കും ഇപ്പോഴും അടിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കന്നെ, ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കന്നെ. അപ്പോൾ ഇയാൾ വെച്ച് എന്താടി ഉമ്മ പറഞ്ഞ രണ്ട് ഇതാണ്. അപ്പോൾ ഈ മരോൾ അർത്ഥം വെച്ച് കൊടുക്കുകയാണ്. ഈ തള്ളയുടെ കാതിലിങ്ങനെ നല്ല സ്വർണ്ണത്തിൻ്റെ ചിറ്റുകളുണ്ട്. ഈ തള്ളാർക്കറിയാം, പണ്ടൊക്കെ തള്ളാർക്ക് ഇങ്ങനെ ചിറ്റുകൾ കുറേ. എൻ്റെ വലിയമ്മക്കൊക്കെ അങ്ങനെ ഒരുപാട് സ്വർണ്ണം ഇങ്ങനെ ചിറ്റുകൾ ഇവിടെ ഒക്കെ ഓട്ടാക്കി ചിറ്റിടും. അപ്പോൾ ഈ മരോൾ പറയുകയാണ് ഈ രണ്ട് കാതിലത്തെ ഇവൾക്കുള്ളത് തന്നെയാണ്, മരോൾക്കുള്ളത് തന്നെയാണ്, മോൾക്ക് കൊടുക്കണ്ടെന്ന് പറയുകയാണെന്ന്. കള്ളം കൊണ്ട് ആലോചിച്ചൊക്കെ അമ്മായിമ്മക്ക് കൊടുത്തതും പോലെ അമ്മായിമ്മയുടെ ചുറ്റുപാരെടുത്ത് മരോളെടുത്ത്. ഇപ്പം ഇങ്ങനെ ചില മരുക്കളൊക്കെ ഉണ്ട്, ചിലതൊക്കെ പ്രാക്ടിക്കൽ. ഇപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ വെറുതെ അമ്മായിമ്മയുടെ തലക്കടിക്കല്ല കേട്ടോ. പിന്നെ അവസാനം അതിൻ്റെ ഒരു കേസാവും. ഇയാളെ വീഡിയോ കണ്ടിട്ടാണ് അമ്മായിമ്മയുടെ തലക്കടിച്ചു തന്നിട്ട്. ഇതൊക്കെ നല്ലപോലെ കൈകാര്യം ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അങ്ങനെ കൗൺസിലിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടോ, വിളിച്ച് നമുക്കൊക്കെ റെഡിയാക്കാം. ഞാൻ ഇന്നലെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഗാന്ധിജിയുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചു, എന്തായിരുന്നു പേര്? അബ്ദുള്ള എന്നാണ് ശരിയായ ഉത്തരം. ഞാനൊരു പ്രവാചകന്റെ വിശേഷണം പറയാം. ആ പ്രവാചകന്റെ വിശേഷണം കേട്ടിട്ട് ഏത് പ്രവാചകനാണെന്ന് നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ. അതിസുന്ദരനായ പ്രവാചകൻ. ആ ഒരു പ്രവാചകന്റെ സൗന്ദര്യം കണ്ടിട്ട് അതിൽ മതിമറന്നിട്ട് ചില കൊട്ടാരത്തിലെ ചില സുന്ദരികളായ സ്ത്രീകൾ കൈകൾ പോലും മുറിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു സൗന്ദര്യത്തിൽ മതിമറന്നിട്ട് ജയിലിൽ പോലും കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പ്രവാചകന്. ആ പ്രവാചകൻ്റെ പിതാവ് മകൻ ആ പ്രവാചകനെ കാണാതെ കണ്ണീരോടുകൂടി കരഞ്ഞ് കാഴ്ച പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.